ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നമ്മൾ യൂട്യൂബിലൊന്നും ഇതുവരെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ ഒന്ന് കാണുക. ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടും. പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് മുഴുവനായിട്ടും വീഡിയോ ഒന്ന് കാണുക. ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. ദിസ് ഈസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം എന്ത് പരിപാടി എടുത്തു കഴിഞ്ഞാലും ഏത് സിറ്റുവേഷനിലും എവിടെയും നമുക്ക് സെൽഫി അല്ലെങ്കിൽ ക്യാമറ, ഫോട്ടോ ഷൂട്ട്, വീഡിയോ ഇന്നിങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. നമുക്കറിയാം ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ അതിന് നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം, നല്ലൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണം, ഒരു ഫോട്ടോഷൂട്ട് നിർബന്ധമാണ് നമുക്ക് അല്ലേ. ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് നിർബന്ധമാണ്. ഒരു കല്യാണത്തിന് നമുക്കൊരു ഫോട്ടോഷൂട്ട് നിർബന്ധമാണ്. അതും പലതരത്തിലുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള വീഡിയോകൾ പല വീഡിയോകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. വെഡിങ് ആണെങ്കിലും മറ്റു ഫംഗ്ഷനുകളാണെങ്കിലും ഏത് സെലിബ്രേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പല രീതിയിലുള്ള വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും. ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൽ കൂടിയാണ് നമ്മൾക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനും ഏത് പ്രോഗ്രാമും നമുക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫോട്ടോഷൂട്ട് ഓർ വീഡിയോ എന്നിങ്ങനെ പല രീതിയിലുള്ള വീഡിയോയിൽ കൂടെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇതിനെ റിലേറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതെന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ആദ്യം കാലത്തൊക്കെ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് സ്റ്റുഡിയോകൾ ബേസ് ചെയ്തിട്ടായിരുന്നു അല്ലെ. നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടൊക്കെ വളരെ കുറവായിരുന്നു സിനിമകൾക്ക്. ഇപ്പൊ പാട്ട് സീനാണെങ്കിലും പല സീനുകളും പല സിറ്റുവേഷൻസ് എടുക്കുന്നത് ഔട്ട്ഡോർ കുറവായിരുന്നു. മിക്കതും പല സ്റ്റുഡിയോകളുണ്ട്. ഇപ്പം നമ്മൾ ആന്ധ്രയിലൊക്കെ രാംജിറാവ് സ്റ്റുഡിയോ, അതുപോലെ തന്നെ നമ്മളെ നവോദയ സ്റ്റുഡിയോ, ഇതുപോലുള്ള ഒരുപാട് സ്റ്റുഡിയോകളുണ്ട്. നമുക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഫിലിം ഷൂട്ടൊക്കെ നടക്കുന്ന പല സ്റ്റുഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ആ സ്റ്റുഡിയോ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ ഒരു എന്ത് അറ്റ്മോസ്ഫിയർ ആണോ അവർ ആഗ്രഹിക്കുന്നത്, ഷൂട്ട് ചെയ്യാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് അറ്റ്മോസ്ഫിയർ ആണോ അവർ ആഗ്രഹിക്കുന്നത്, അത് ഒരു പുഴ സംബന്ധമായിട്ട് പുഴ റിലേറ്റീവായിട്ട് ഒരു പുഴവക്കായിരിക്കും, കടൽ തീരമായിരിക്കും, അല്ലെങ്കിൽ ട്രെയിൻ, ബസ്, ഓട്ടോ, ബൈക്ക്, അല്ലെങ്കിൽ നല്ല ഒരു ഫോറസ്റ്റ് ഫീൽ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക. ഇതുപോലുള്ള പല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുള്ളിലാണ് പല സിനിമകളും മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചു മുന്നേ വരെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഷൂട്ട് നടത്തിയിരുന്നത്. പാട്ട് സീനായാലും പല വിധത്തിലുള്ള കാര്യം. പക്ഷെ ഇന്നത് മാറി. ഇന്നതിൻ്റെ ഒറിജിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിദേശ രാജ്യങ്ങളിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കൊടുത്തിട്ട് ഒരു സ്റ്റുഡിയോക്കുള്ളിൽ ഒരു ജസ്റ്റ് ഒരു ലൊക്കാലിറ്റിക്കുള്ളിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതുപോലെയുള്ള സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ അവിടെ വെച്ചിട്ടാണ് സിനിമ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ എവിടെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഏത് രാജ്യത്താണോ സ്ഥലമുള്ളത്, അവിടെ പോയിട്ട് ഡയറക്റ്റ് നമ്മൾ സിനിമക്കാർ ഷൂട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെഡ്ഡിങ് അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ജനങ്ങൾക്കിടയിൽ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളും വീഡിയോ ഷൂട്ടുകളും നടത്താറുണ്ട്. കടൽ തീരത്ത് പോയിട്ട് നടത്താറുണ്ട്. അതുപോലെ തന്നെ പുഴ റിലേറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കായൽ തീരങ്ങളിൽ നടത്താറുണ്ട്. അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയകളിൽ നമ്മൾ നടത്താറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. ഇതുപോലുള്ള പല സംഭവങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പലരും പല രീതിയിൽ പല ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ക്രിയേറ്റിവിറ്റി രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് നമുക്ക്. ഈ വിഷയം ഞാൻ സംസാരിക്കുന്നത് കുറച്ച് ഫണ്ട് ഇറക്കിയിട്ട്, കുറച്ച്
ഒരു തീരെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതല്ല, കുറച്ച് ഫണ്ട് ഇറക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്കായിരിക്കും കൂടുതലൊന്നുകൂടി ഇത് വർക്കൗട്ട് ചെയ്യാൻ കഴിയുക. അപ്പം നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പല ഏരിയകൾ, പല പ്രദേശങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ടൗൺഷിപ്പ് അല്ലാത്ത കുറെ ഉള്ളിലോട്ട് മാറിയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വളരെ ചെറിയ ചീപ്പ് റേറ്റിനൊക്കെ നമുക്ക് പ്ലോട്ടുകൾ ബൈ ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങൾ എടുത്തിട്ട് അത് 1 ഏക്കറാവാം, 2 ഏക്കറാവാം, 3 ഏക്കർ, നമ്മുടെ ഇതിനനുസരിച്ചിട്ട് ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എടുത്തിട്ട് ഒരു കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ കോമ്പൗണ്ടിൽ വളരെ രസകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫോട്ടോഷൂട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന, ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെഡ്ഡിങ് ഷൂട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, വെഡ്ഡിങ് ഷൂട്ട് നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ്, അതുപോലെയുള്ള ഓരോരോ ഫംഗ്ഷനുകൾക്ക്, ബർത്ത്ഡേ ഫംഗ്ഷനുകൾ, അങ്ങനെ ഓരോ ഫംഗ്ഷനുകൾ നമ്മളിൽ വന്നു ചേരുന്ന, നമ്മൾ സാധാരണ ആളുകളിൽ വന്നു ചേരുന്ന ഓരോരോ പ്രോഗ്രാം, ഓരോ ഫംഗ്ഷനുകൾക്ക് അവർ നടത്താൻ ആഗ്രഹിക്കുന്ന ഫോട്ടോഷൂട്ടുകൾ പല രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു പ്ലോട്ട്, ഒരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഒരു സ്ഥലം ബൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിനൊരു കോമ്പൗണ്ടാക്കി സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ചേർന്ന രീതിയിൽ അതിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ കോമ്പൗണ്ടിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. അത് പല രീതിയിലും, അത് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, നമുക്ക് എന്തൊക്കെയാണോ ഇപ്പൊ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ, നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണോ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ഏത് അറ്റ്മോസ്ഫിയറിലാണ് ആ വീഡിയോ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെയാണ് എല്ലാവരും. അപ്പൊ അതിന് നമ്മൾ ആ ഒരു പൾസ് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് അതിനുള്ളിൽ, ആ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു തീം ക്രിയേറ്റ് ചെയ്യുക. അത് പല രീതിയിലും, പല ആംഗിളിലും, പല വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഫീൽ കൊണ്ടുവരുന്ന രീതിയിൽ ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്യാം, ഒരു കായൽ കൊണ്ടുവരുന്ന രീതിയിൽ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യാം, അവിടെ ഒരു വഞ്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്താവുന്ന രീതിയിൽ, അല്ലെങ്കിൽ വേറൊരു ബസ്, അല്ലെങ്കിൽ വണ്ടികൾ, അല്ലെങ്കിൽ കാളവണ്ടി, ഇങ്ങനെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. പല സ്റ്റുഡിയോകളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപങ്ങളും രീതികളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോഷൂട്ടിനും വീഡിയോ ഒക്കെ എടുക്കാൻ കഴിയുന്ന രീതിയിൽ ആളുകളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പല അറ്റ്മോസ്ഫിയറും അതിൽ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നുകൊണ്ട്, നമ്മുടേതായിട്ടുള്ള ഐഡിയകൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ലൊക്കേഷനിൽ അടിപൊളിയായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീം ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കഴിഞ്ഞാൽ അവിടേക്ക് എത്രയാണോ നമ്മൾക്ക് അവരെ ഒരു ഫീ ഒക്കെ ഈടാക്കിക്കൊണ്ട് നമുക്കൊരു ഇപ്പൊ അവിടെ വന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര സമയത്തിന് ഇത്ര രൂപ, അല്ലെങ്കിൽ അതെങ്ങനെയാണെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെ ഫീ ഈടാക്കിക്കൊണ്ട് ഒരു തീം പാർക്കൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഫോട്ടോ വീഡിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്, ഒരു ഇൻഡോർ സ്റ്റുഡിയോ സെറ്റപ്പ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന പോലെ അവർക്ക് വെഡ്ഡിങ് ഷൂട്ട്, അതുപോലെ സേവ് ദ ഡേറ്റ്, ഇങ്ങനെയുള്ള പല അറ്റ്മോസ്ഫിയറിലും ഒരു ടീം അവിടെ ഒരു ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ എടുക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇൻഡോർ സ്റ്റുഡിയോ എന്ന ലെവലിൽ. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഫീ ഒക്കെ ഈടാക്കിയിട്ട് നമുക്കൊരു നമുക്ക് അതിൻ്റെ ഒരു സമയത്തിനനുസരിച്ചിട്ടോ അത് അതിൻ്റെതായിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെതായ ഒരു ലെവലിൽ നമുക്ക് അതിൻ്റെ ഒരു ഫീ ചാർജ് ഒക്കെ ഈടാക്കിക്കൊണ്ട് നമുക്ക് ആളുകൾ അതിലേക്ക് അലോ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിൽ സോഷ്യൽ മീഡിയ നമുക്കറിയാം. കാലഘട്ടത്തിൽ ഇങ്ങനൊരു തീം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനും ആളുകളിലേക്ക് എത്തിക്കാനും ആളുകൾ അതിലേക്ക് ഒഴുകിയെത്താനും വളരെ ഈസിയാണ്. അതെല്ലാവർക്കും നമുക്കറിയാം. എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അലർട്ടായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ അതിനെ ക്രിയേറ്റിവിറ്റി ചെയ്യും. ഇത് കുറച്ച് പൈസ ഇറക്കി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അവർക്ക് നല്ല രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ഒരു സൂപ്പർ ബിസിനസ് ഐഡിയ ആണ്. എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. എനിക്ക് തോന്നിയ മീൻസ് ഇത് നിലവിലുണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നമ്മളിപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളത് ഒരു നമ്മൾ ഈ ഫിലിം സ്റ്റുഡിയോകൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഒരുപാട് അവസരങ്ങളും സ്കോപ്പുകളും അതിലുണ്ട്. 100% അതിൽ ആളുകൾ നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം സംശയമില്ല. അതിന് നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സും ക്ലയൻസും, നിങ്ങൾക്ക് വേണ്ട ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ അതിന് പോപ്പുലാരിറ്റിയും കിട്ടും. സോ വളരെ നല്ലൊരു ആശയമാണ്, വ്യത്യസ്തമായിട്ടൊരു ആശയമാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ